കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്തയിലേക്ക് തന്നെയാണ് 9 PM ന്യൂസ് ആദ്യം പോകുന്നത്. മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയത് തന്നെയെന്ന് ആലപ്പുഴ SP വ്യക്തമാക്കി. കൊലപാതകത്തിന് തെളിവുകൾ ലഭിച്ചു. കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. ഭർത്താവ് അനിലിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും SP പറഞ്ഞു. ആദ്യം SP-യുടെ വാക്കുകളിലേക്ക്. മാന്നാർ എരമത്തൂർ ഭാഗത്തുള്ള കല എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഡോട്ടർ ഓഫ് ചേലപ്പൻ, മീനത്തേരിൽ ഹൗസ്. അപ്പം ഇങ്ങനെയൊരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നുള്ളതും അവർ 2008-2009 കാലഘട്ടത്തിൽ ഇവിടുന്ന് മിസ്സിംഗ് ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് തെരഞ്ഞത്. ഇപ്പോൾ 5 പേരാണുള്ളത്. അപ്പോൾ അവരെ ഈ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി എടുത്തത്. 5 പേരാണ്? അതെ, 5 പേരാണ്. നമ്മൾ സംശയിക്കുന്നുണ്ട്. പിന്നെ അയാളെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കൊലപാതകം നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ SP വ്യക്തമാക്കുന്നത്. കേസിൽ വഴിത്തിരിവായത് പോലീസിന് ലഭിച്ച ഊമക്കത്താണ്. കല നാട് വിട്ടുപോയെന്ന് ആണ് കരുതിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ തയ്യാറായിട്ടുണ്ട്. ഷാജഹാൻ, വലിയ ഒരു പ്രമാദമായ ഒരു കേസിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. 15 വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊന്ന് കുഴിച്ചുമൂടിയിരിക്കുന്നു. ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ അടക്കം 5 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. ഭർത്താവ് ഇപ്പോൾ വിദേശത്താണുള്ളത്. അയാളെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുമെന്നാണ് SP പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അങ്ങനെ മാന്നാറിൽ നടന്ന ഈ കൊലപാതകത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കൊലപാതകം നടന്നു. കൊലയ്ക്ക് പിന്നിൽ ഭർത്താവായിട്ടുള്ള അനിൽകുമാർ തന്നെയെന്ന് പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാവും വരും ദിവസങ്ങളിൽ നടക്കുക. കൊലപാതകം എങ്ങനെ നടത്തി, എന്തിനു നടത്തി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇവർക്കെല്ലാം തന്നെ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. എന്തായാലും വളരെയധികം വിവാദങ്ങളും അതോടൊപ്പം തന്നെ ചർച്ചകളും നടന്ന ഒരു സംഭവമായിരുന്നു. ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് മാന്നാറിൽ അനിൽകുമാറിൻ്റെ ഭാര്യ കല കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത അത്തരത്തിൽ പുറത്തു വരുന്നതിന് ശേഷം അവരുടെ വീട്ടിൽ പരിശോധന നടത്തുന്നു. സെപ്റ്റിക് ടാങ്ക് അടിച്ച് തുറന്ന് പരിശോധന നടത്തുന്നു. അതിൽ നിന്നും ചില വസ്തുക്കൾ കിട്ടുന്നു. അതിപ്പോൾ ഫോറൻസിക്കിൻ്റെ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിന് കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകാം. എന്തായാലും പോലീസിനെ കുഴച്ച 2-3 ദിവസങ്ങളിലായിട്ട് പോലീസ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് 5 പേരെ കസ്റ്റഡിയിലെടുക്കുകയും അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസിന് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ വിദേശത്തുള്ള കലയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കും. കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. എന്തായാലും നാളെ മുതൽ തന്നെ ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണമായിട്ട് പോലീസിന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് വരണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒട്ടനവധി പ്രശ്നങ്ങൾ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. 15 വർഷം മുൻപ് നടന്നൊരു കേസാണ്. എന്തുകൊണ്ടാണ് കൊലപ്പെടുത്തിയത്, എന്തിനു വേണ്ടി കൊലപ്പെടുത്തി, ഇതിന് ദൃക്സാക്ഷികളുണ്ടോ, ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ പോലീസിനെ വളരെയധികം വട്ടം ചുറ്റിക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും കൃത്യമായിട്ട് 15 വർഷത്തിന് മുൻപ് നടന്നൊരു കൊലപാതകം കണ്ടെത്താനും പ്രതികളിലേക്ക് എത്താനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം. മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയത് തന്നെയെന്ന് ആലപ്പുഴ SP. കൊലപാതകത്തിന് തെളിവുകൾ ലഭിച്ചു. കേസിൽ 5 പേർ കസ്റ്റഡിയിൽ. വിദേശത്തുള്ള ഭർത്താവ് അനിലിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും SP പറഞ്ഞു. കേസിൽ വഴിത്തിരിവായത് പോലീസിന് ലഭിച്ച ഊമക്കത്താണ്. കല നാട് വിട്ടുപോയെന്നാണ് കരുതിയെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്.